ഡോക്ടറുടെ കൊലപാതകത്തിൽ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മമതാ ബാനർജി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട കൊൽക്കത്തയിലും ഹൗറയിലും പ്രതിഷേധ സമരമുണ്ടായി. കൊൽക്കത്തയിൽ BJP നടത്തിയ മാർച്ചിൽ സംഘർഷം, പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയിരിക്കുകയാണ് പോലീസ്. സംഘർഷം തുടരുകയാണ്, പ്രതിഷേധവും. ഗൗതം അനന്തനാരായണൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗൗതം, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും മമതാ സർക്കാരിന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പ്രതിഷേധക്കാർക്ക് മേൽ അധികാരം പ്രയോഗിക്കേണ്ടതല്ല ഒരു സ്റ്റേറ്റിന്റെ അധികാര പരിധി എന്ന രൂക്ഷ വിമർശനം. അതിനുശേഷവും ഇന്ന് ഹൗറയിലും കൊൽക്കത്തയിലും അടക്കം സമാധാനപരമായി ആദ്യം പ്രതിഷേധിച്ചവർക്ക് നേരെ പോലും പോലീസ് ഇത്തരത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. സംഘർഷം ഇപ്പോഴും വിവിധ ഇടങ്ങളിലുണ്ട്. ഇനി കൊൽക്കത്തയിൽ BJPയുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നു. പോലീസ് അത് അടിച്ചമർത്താനുള്ള ശ്രമമാണോ തുടരുന്നത്? യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോൾ കൊൽക്കത്തയിൽ അവസാനിക്കുന്നില്ല. ഇന്നിപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ BJP സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തതനുസരിച്ച് അവിടെ പ്രതിഷേധ മാർച്ച് നടക്കുകയും ആ മാർച്ച് അക്രമാസക്തമാവുകയും ചെയ്തിരിക്കുന്നു. പല മുതിർന്ന നേതാക്കൾക്കും ലാത്തി ചാർജിലും അതോടൊപ്പം തന്നെ കണ്ണീർ വാതകം പ്രയോഗിച്ചതിലൂടെയും പരിക്കേറ്റതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോക്കറ്റ് ചാറ്റർജി ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾക്ക് ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിലൂടെ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ സംഘർഷം കൊൽക്കത്ത നഗരത്തിൽ രൂപപ്പെടുകയായിരുന്നു. ഈ മാർച്ചിനെ പോലീസ് തടയുകയും തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ആദ്യഘട്ടത്തിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷമാണ് പിന്നീട് ലാത്തി ചാർജിലേക്കും ഗ്രനേഡിലേക്കുമൊക്കെ പോലീസ് കടന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ഡോക്ടർമാരുടെ സംഘടനകൾ നടത്തിയ മാർച്ചും സമാനമായ രീതിയിൽ പോലീസ് അടിച്ചമർത്തുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഫുട്ബോൾ കാണുന്നതിനായി എത്തിയിട്ടുള്ള മോഹൻ ബഗാന്റെയും സൗത്ത് ബംഗാളിന്റെയും ഒക്കെ ആരാധകർ തിങ്ങിക്കൂടി. അത് പ്രതിഷേധമായി മാറി. പിന്നീട് അത് വലിയ ലാത്തി ചാർജിന് കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും BJP നടത്തിയ മാർച്ചിന് നേരെയും പോലീസ് അതിക്രമം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാരിനെതിരെയുള്ള വലിയ അമർഷമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ നമുക്ക് തെരുവിൽ കാണാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് കൊൽക്കത്തയിലെ RG കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ 31 വയസ്സ് മാത്രം പ്രായമുള്ള യുവ ഡോക്ടർ കൊടിയ പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ ഒരു പ്രതിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല, ഈ കേസ് അട്ടിമറിക്കുവാൻ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായെന്ന് സുപ്രീം കോടതി പോലും വിമർശിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ കേസന്വേഷണം CBIയുടെ പരിധിയിലാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ഘടകം. അല്ലാത്ത പക്ഷം ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും നീതി നൽകുവാൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ്. ഇക്കാര്യം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെ മാർച്ചും കൊൽക്കത്തയിൽ അക്രമാസക്തമായത്.